ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചു തുടങ്ങി. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗത്ത് ദാവീദ് മരണശയ്യയിലേക്ക് കടക്കുന്നതിന് സമയത്ത് ദാവീദിൻ്റെ മകനായ ശലോമോന് ചില ഉപദേശങ്ങൾ കൊടുക്കുന്നു. എങ്ങനെയാണ് എൻ്റെ ദൈവം എന്നെ നടത്തിയത്? നിന്റെ ജീവിതം അനുഗ്രഹകരമായി തീരണമെന്നുണ്ട് എങ്കിൽ നീ എന്തൊക്കെ കാര്യങ്ങളാണ് അനുവർത്തിക്കേണ്ടത്? ഇത്രയുമാണ് ദാവീദ് തൻ്റെ മകനോട് പറഞ്ഞത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്, ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിച്ച് ഞാൻ നടന്നതുപോലെ തെറ്റുകളെ തിരുത്തി നീ ജീവിച്ചു കഴിഞ്ഞാൽ മകനെ, ശലോമോനെ, നിന്റെ ജീവിതവും നിന്റെ തലമുറകളും ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ നമ്മുടെ മക്കൾക്ക്, തലമുറകൾക്ക് എന്താണ് മാതാപിതാക്കൾ നൽകേണ്ടുന്ന പ്രധാനപ്പെട്ട അനുഗ്രഹം എന്നത് നമ്മൾ മനസ്സിലാക്കി. അതിനോട് ചേർന്ന് നമ്മൾ ഇന്ന് ബാക്കി ഭാഗങ്ങൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. അവിടെ ദാവീദ് ചില കാര്യങ്ങൾ തൻ്റെ മകനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദാവീദിന് പൂർത്തിയാക്കാനായിട്ട് കഴിയാത്ത ചില കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, ദാവീദിൻ്റെ സൈന്യാധിപനായിരുന്നു യോവാബ്. ഈ യോവാബ് ദാവീദ് പറയാത്ത പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ദാവീദിൻ്റെ മനസ്സിന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും യോവാബ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, സെരൂയയുടെ മകൻ യോവാബ്. ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് തോന്നുന്നു, ആരാണ് ഈ സെരൂയ എന്നത്? ആരാണ് സെരൂയ? ദാവീദിൻ്റെ സിസ്റ്ററാണ്, ദാവീദിൻ്റെ സഹോദരിയാണ്. അപ്പോൾ ദാവീദിൻ്റെ സഹോദരിയുടെ മക്കളിൽ ഒരാളാണ് യോവാബ്. അപ്പോൾ സഹോദരിയുടെ മകനാണ്. എന്നാൽ പോലും രാജാവ് പറയുന്നത് അദ്ദേഹം അനുസരിക്കാറില്ല. ഇദ്ദേഹം പ്രധാനമായിട്ടും രാജാവ് പറഞ്ഞിട്ട് കേൾക്കാതെ 3 പേരെ വധിച്ചു. പ്രത്യേകിച്ച് സമാധാനം ഉണ്ടാക്കാനായിട്ട് ദാവീദ് ശ്രമിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ഈ 3 പേരെ വധിക്കുന്നത്. ഒന്ന് അബ്നേർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വധിച്ചു. രണ്ടാമത് അമാസ എന്നൊരു മനുഷ്യനെ അദ്ദേഹം വധിച്ചു. മൂന്നാമത് ദാവീദിൻ്റെ മകനായ ഒരു രാജാവാകാൻ ആഗ്രഹിച്ച ആൾ ആരാണ്? അബ്ശലോമിനെയും വധിച്ചു. ഇത് 3ഉം ദാവീദിന് പ്രത്യേകിച്ച് വളരെ സങ്കടമുണ്ടാക്കിയ കാര്യങ്ങളാണ്. ഈ 3 പേര്, അബ്നേർ, അമാസ, അബ്ശലോം, ഈ 3 പേരും ദാവീദ് സമാധാനത്തിൻ്റെ വഴിയിലൂടെ പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവരെ 3 പേരെയും ഈ മനുഷ്യൻ വധിച്ചു. സൈന്യാധിപനാണ്, അധികാരം കയ്യിലുണ്ട് എന്ന് കരുതി ഈ മനുഷ്യൻ ചെയ്തതാണ്. അപ്പോൾ ദാവീദിൻ്റെ മകനായ ശലോമോനോട് പറഞ്ഞു, ഞാൻ മരിക്കാനായിട്ട് പോകുന്നു, പക്ഷേ ദൈവം നിനക്ക് ബുദ്ധിയും വിവേകവും നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും യോവാബിനെ നീ വെറുതെ വിടരുത് എന്നാണ് മകനോട് പറയുന്നത്. യോവാബിനെ വെറുതെ വിടരുത് എന്നതാണ്. കുറച്ച് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ശലോമോൻ രാജാവ് യോവാബിനെ വധിക്കും, അതിനു വേണ്ടിയുള്ള കൽപ്പന കൊടുക്കും. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ദൈവം ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു അധികാരം നൽകുമ്പോൾ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് ഒരു കാര്യവും നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഇപ്പോൾ ദാവീദ് ഈ മനുഷ്യനെ സൈന്യാധിപനായിട്ട് നിയോഗിച്ചു. പക്ഷേ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് ആര് തന്നെയാണ്? രാജാവായ ദാവീദാണ്. നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ദൈവം ഓരോരോ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആവേശത്തിൽ കയറി ഒരു കാര്യവും ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക. ആരോട് ചോദിക്കണം? ദൈവത്തോട് ചോദിക്കണം. ചിലപ്പോൾ നമുക്കൊരു ആവേശം വരും, ചിലപ്പോൾ ഒരു ദേഷ്യം വരും, ചിലപ്പോൾ ചില വികാരങ്ങളിൽ നമ്മൾ ചില ആവേശം പൂണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യും. അത് ചിലപ്പോൾ ദൈവത്തിന് ഇഷ്ടമാകണമെന്നില്ല. പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ ഏത് കാര്യമായിരുന്നാലും ആലോചിച്ച് വിവേകത്തോടുകൂടെ സമയമെടുത്ത് ചെയ്യേണ്ടതാണെങ്കിൽ ആലോചിച്ച് ദൈവത്തിൻ്റെ ആലോചന പോലെ മാത്രമേ ചെയ്യാവൂ. ദൈവത്തിന് ഏറെ പ്രിയപ്പെട്ട മനുഷ്യനായിരുന്നു മോശയുടെ ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടത്ത് ഇസ്രായേൽ ജനത്തെയും കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവം പറയും, ജനത്തിന് വെള്ളമില്ല, നിൻ്റെ കയ്യിൽ ഒരു വടിയുണ്ട്, വടിയെടുത്ത് ആ പാറമേലൊന്ന് അടിക്ക്, വെള്ളം കിട്ടുമെന്ന് പറയും. അങ്ങനെ ജനത്തിന് വെള്ളം കിട്ടി. അവസാനം മോശയുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടമെത്തിയപ്പോൾ ഇതുപോലെ ജനത്തിന് നല്ല ശുദ്ധവെള്ളം കുടിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അവിടെ ദൈവം മോശയോട് പറഞ്ഞത് എന്തായിരുന്നു? നീ വെള്ളം വരാനായിട്ട് പാറയോടൊന്ന് പറഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. ജസ്റ്റ് പാറയെ ഈ ജനത്തിന് വെള്ളം കൊടുക്കുക, അതിനോടൊന്ന് സംസാരിച്ചാൽ മതി.
പക്ഷേ മോശ എന്ത് ചെയ്തു? മോശയ്ക്ക് പഴയ ചരിത്രം മനസ്സിലുണ്ട്. ആവേശത്തോടു കൂടെ വടിയെടുത്ത് എന്ത് ചെയ്യുകയാണ്? അടിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ചില പിഴവുകൾ സംഭവിക്കുന്നത്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ചെയ്യും, എന്നാൽ ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിലായിരിക്കും നമുക്ക് തെറ്റ് സംഭവിക്കുന്നത്. മനസ്സിലായോ? പല കാര്യങ്ങളും നമ്മൾ ദൈവത്തോട് ചോദിച്ച് ദൈവം പറയുന്നത് പോലെ ചെയ്യും, എന്നാൽ ആവേശത്തോടു കൂടെ അമിത ആവേശത്തിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് നമുക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങളായിട്ട് തീരും. അതാണ് യോവാബിന് സംഭവിച്ചത്. യോവാബ് രാജാവിനോട് ആലോചിക്കാതെ ചെയ്ത കാര്യങ്ങൾക്ക് രാജാവിൻ്റെ കാലഘട്ടത്തിന് ശേഷം മകനോട് പറയുന്നുണ്ട്, അവനെ വെറുതെ വിടരുത് എന്ന്. അതായത് ഒരു ന്യായവിധി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. ദൈവം പറയുന്നുണ്ട്, നീ നല്ലത് ചെയ്താൽ നിന്റെ ജീവിതത്തിൽ നന്മ വരും, 100% ഉറപ്പാണ്. എന്നാൽ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിന് പോലും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഒരു കണക്ക് പുസ്തകമുണ്ട്. അതിന് പറയുന്നത് ഓർമ്മയുടെ പുസ്തകം അല്ലെങ്കിൽ ജ്ഞാപക പുസ്തകമുണ്ട് എന്ന് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് ചെയ്യാനായിട്ട് ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ശ്രമിക്കരുത്. ഉദാഹരണം, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം തെറ്റാണ് എന്ന് നമ്മൾക്ക് എപ്പോഴെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. ചില കാര്യങ്ങൾ ഒഴിവാക്കിയത് കൊണ്ട് നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കണമെന്ന് നിർബന്ധവുമില്ല. ഞാൻ ഈ പറഞ്ഞ ഒന്ന് ശ്രദ്ധിക്കണം. ചില കാര്യങ്ങൾ ചെയ്തില്ല എന്ന് കരുതി ഒന്നും നഷ്ടപ്പെടാനില്ല. ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധവുമില്ല, കേട്ടോ. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളതല്ല, ചില കാര്യങ്ങൾ മാറ്റിവെക്കാനായിട്ടുള്ളതാണ്. എല്ലാവരെയും കാണിക്കാനായിട്ട് ചെയ്യാനായിട്ടുള്ളതല്ല. ചില കാര്യങ്ങൾ നമ്മൾ അല്പം ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമേ വരികയുള്ളൂ. ഇവിടെ യോവാബ് പിന്നിലേക്ക് ഇറങ്ങാൻ അല്പം വിനയപ്പെടാനായിട്ട് സാധിക്കാതെ തന്നെ കൊണ്ടെല്ലാം സാധിക്കുമെന്ന് കരുതി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ വീഴ്ച വരുന്നത്. ബൈബിൾ ഒരു വാക്യമുണ്ട്, വീഴ്ചയ്ക്ക് മുമ്പ് എന്ത് വരും മനുഷ്യന്? നിഗളം വരും, അതുപോലെ ഉന്നത ഭാവവും വരും. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് നിഗളമോ ഉന്നത ഭാവമോ എപ്പോഴെങ്കിലും വരുന്നുണ്ട് എങ്കിൽ തൊട്ടടുത്ത മൊമെന്റിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുകയാണ്? നമ്മൾ വീഴാനായിട്ട് പോവുകയാണ്. അതെപ്പോഴും ഓർത്തുകൊള്ളണം. ഇതാണ് ആർക്ക് സംഭവിച്ചത്? യോവാബിന് സംഭവിച്ചത്. രാജ്യത്തിൽ സൈന്യത്തിൻ്റെ അധികാരത്തിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾ സൈന്യാധിപനാണ്. പക്ഷേ വീഴ്ച വളരെ വേഗത്തിൽ ലൈഫിലേക്ക് കടന്നു വന്നു. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഗർവം, നമ്മുടെ ജീവിതത്തിൽ ഉന്നത ഭാവം, എനിക്ക് മേലെ ആരുമില്ല, ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കൂ, അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് വീണ്ടും നമ്മളോട് പറയണം, അങ്ങനെയല്ല, ഞാൻ ചിന്തിക്കുന്നത് പോലെയല്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കട്ടെ. അങ്ങനെ നമ്മളൊന്ന് വിനയപ്പെടാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരാനായിട്ടുള്ള ചില ന്യായവിധികളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് യോവാബിന് സംഭവിച്ചത്. യോവാബിൻ്റെ ജീവിതത്തിലെ തെറ്റുകൾ കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രയാസം ഉണ്ടാവുകയാണ്. നമ്മൾ വീണ്ടും വായിച്ച് മുന്നോട്ട് വരുമ്പോൾ ദാവീദ് രണ്ടാമത് ഒരാളിനെ പരിചയപ്പെടുത്തുകയാണ്. 7-ാമത്തെ വാക്യം, ഗിലെയാദ്യനായ ബർസില്ലായി, ഈ ബർസില്ലായിയുടെ മക്കൾക്ക് നീ ദയ കാണിക്കണം, അവർ നിന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കട്ടെ. നിന്റെ സഹോദരനായ അബ്ശലോമിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ ഓടിപ്പോകുമ്പോൾ അവർ അങ്ങനെ തന്നെ എന്നോട് പെരുമാറി. ആരാണ് ഈ ബർസില്ലായി എന്നറിയാമോ? 2 ശമൂവേൽ 17-ാം അധ്യായത്തിലുണ്ട്. അപ്പോൾ ദാവീദിൻ്റെ മകനായ അബ്ശലോം ദാവീദിനെ കൊല്ലാനായിട്ട് ആലോചിക്കുകയാണ്. അങ്ങനെ ദാവീദ് തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി ഒളിച്ചു പാർക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒളിച്ചു പാർക്കുമ്പോൾ ദാവീദിൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ട്. ഇവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. ഒളിച്ചു പാർക്കുകയാണ്. ഇത്രയും പേർക്ക് ആഹാരമൊക്കെ വേണം. എന്നാൽ ഈ ബർസില്ലായി എന്നത് വൃദ്ധനായ ഒരു മനുഷ്യനാണ്. വാർദ്ധക്യത്തിൽ ചെന്ന ഈ ഒരു മനുഷ്യൻ, ഈ വാർദ്ധക്യത്തിലെത്തിയ ബർസില്ലായി എന്ന ഈ മനുഷ്യൻ ചെയ്തത്, ദാവീദിൻ്റെ കൂടെയുള്ളവരും കൊട്ടാരത്തിൽ നിന്ന് ദാവീദിൻ്റെ മകനായ അബ്ശലോമിനെ ഭയന്ന് വീടും നാടും വിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം സംഭരിച്ചു വച്ചിരിക്കുന്ന ഭക്ഷണം, വെള്ളം, അതുപോലെ ഇറച്ചി, ഇതെല്ലാം കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ആർക്ക്? ദാവീദിന്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്ക് എന്തുണ്ട്? അങ്ങനെയെങ്കിൽ പ്രതിഫലമുണ്ട്. മനസ്സിലായോ? നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്കും
പ്രതിഫലമുണ്ട്. ബൈബിൾ ഒരു വാക്യമുണ്ട്, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. ബാക്കി നിങ്ങൾ പറഞ്ഞേ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. അപ്പോൾ ബർസില്ലായി എന്താണ് ചെയ്തത്? എളിയവനായിരുന്ന ദാവീദിനെ ആ സമയത്ത് ആദരിച്ച് അവനുള്ള ഫുഡ് മെറ്റീരിയൽസ് എല്ലാം എത്തിച്ചു കൊടുത്തു. ദൈവം അടുത്ത് ദാവീദിന് നല്ലൊരു കാലം വരുന്നു, ശലോമോന് നല്ലൊരു കാലം വരുന്നു. അപ്പോൾ പറയുകയാണ്, നീ ബർസില്ലായിയുടെ കുടുംബത്തോട് എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. അത് ദൈവത്തിൻ്റെ വലിയൊരു കരുതലാണ്. നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യാനായിട്ട് ദൈവം നമ്മൾ പ്രതീക്ഷിക്കാത്ത ആരെയെങ്കിലും ഒരുക്കിയിട്ടുണ്ടാകും. ചെയ്യുന്ന ഓരോ അനുഗ്രഹത്തിനും ഓരോ നന്മയ്ക്കും ദൈവം പ്രത്യുപകാരമായി നന്മ തരും. മറന്നു പോകരുത്. ഓരോ ചെറിയ കാര്യത്തിനും ദൈവം പ്രത്യുപകാരമായി നമ്മുടെ ജീവിതത്തിൽ നന്മ തരും. ഉദാഹരണമായിട്ട് ഞാൻ മറ്റൊരു വാക്യം ഓർമ്മിപ്പിക്കാം. നമ്മൾ ഈ പാവപ്പെട്ട ആൾക്കാർക്ക്, അല്ലെങ്കിൽ നമ്മളടുത്ത് ഒരാൾ കടം ചോദിക്കുകയാണ്. തീരെ നിവൃത്തിയില്ലാത്ത ഒരാളാണ്. അയാളുടെ കയ്യിൽ ഒരു സമ്പത്തും ഇല്ല, വളരെ അതിദരിദ്രനാണ്. അങ്ങനെ ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു സഹായം ചോദിക്കുകയാണ്. ന്യായമായ ആളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ സഹായിക്കണം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതല്ല. അതിന് ദൈവം ബൈബിളിൽ പറയുന്ന ഒരു അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹം എങ്ങനെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? അങ്ങനെ ഒരാളിന് നീ വായ്പ കൊടുക്കുമ്പോൾ നീ സർവശക്തനായ ദൈവത്തിനാണ് അത് കൊടുക്കുന്നത്, അവൻ അത് മടങ്ങുകളായി നിനക്ക് മടക്കിത്തരും. മനസ്സിലായോ? യോബിന്റെ പുസ്തകത്തിൽ പറയുന്നതാണ്. നീ പാവപ്പെട്ട ഒരാളിന് വേണ്ടി 1 രൂപ വായ്പ കൊടുക്കുമ്പോൾ ആർക്കാണ് കൊടുക്കുന്നത്? മനുഷ്യനല്ല കൊടുക്കുന്നത്. ആരുടെ കരങ്ങളിലേക്കാണ്? ദൈവത്തിന്റെ കരങ്ങളിലേക്കാണ് നമ്മളത് കൊടുക്കുന്നത്. അപ്പൊ ദൈവം നമുക്ക് വെറുതെ തരുമോ? ദൈവം തരുമ്പോൾ എങ്ങനെ തരും? ദൈവം അതിനെ മടങ്ങുകളായിട്ട് വർദ്ധിപ്പിച്ച് തരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാക്യം. എളിയവനെ നിങ്ങൾ ആദരിച്ചു കഴിഞ്ഞാൽ ഒരു അനർത്ഥ ദിവസം വരുമ്പോൾ ദൈവം നിന്റെ സഹായകനായി നിന്നോട് കൂടെ വരും. അന്ന് നിന്റെ കയ്യിൽ ഒന്നും കാണില്ല, പക്ഷെ അന്ന് നിന്റെ ആവശ്യങ്ങളെ ദൈവം സമൃദ്ധിയായി നീ പ്രതീക്ഷിക്കാത്ത രീതിയിൽ, പ്രതീക്ഷിക്കാത്ത തലങ്ങളിൽ ദൈവം നിറവേറ്റി തരും. അതുകൊണ്ട് ബൈബിളിൽ പറയുന്നുണ്ട്, അനാഥൻ, വിധവ, പരദേശി, ഈ 3 പേരോടും പഴയ നിയമത്തിൽ കരുണ കാണിക്കണമെന്ന് പറയുന്നുണ്ട്. ആരൊക്കെയാണ്? അനാഥൻ, 2 വിധവ, 3 പരദേശി. അനാഥൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആരുമില്ലാത്തവരെന്ന് നമുക്കറിയാം. ആരുമില്ലാത്തവരോട് നമ്മൾ കാണിക്കുന്ന കരുണയ്ക്കും കരുതലിനും ദൈവം പ്രതിഫലം നൽകും. 2 പരദേശി, നമ്മുടെ നാട്ടിൽ ഒരാൾ വന്ന് താമസിക്കുകയാണ്. അയാൾക്ക് ഇവിടെ ഒരു ബന്ധവുമില്ല. ഒരു ഹോസ്പിറ്റലിൽ പോകണം, അയാൾക്ക് അറിയത്തില്ല. അങ്ങനെ നാടും വീടുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ നമ്മുടെ നാട്ടിൽ ഒരു പരദേശി വന്ന് താമസിക്കുമ്പോൾ ആ പരദേശിയെ നമ്മൾ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ ദൈവം പറയുകയാണ്, അത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. നമ്മുടെ പള്ളിയിൽ നമ്മളൊരു ഫെലോഷിപ്പ്, ഒരു ആരാധന, അല്ലെങ്കിൽ നമ്മളൊരു സഭാ വാർഷികാഘോഷം, നമ്മളൊരു ഫുഡ് ഫെലോഷിപ്പ് ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള പരദേശിയെ വിളിക്കണം എന്നതാണ് അതിൻ്റെ അർത്ഥം. അത് ദൈവം പ്രതിഫലം നൽകുമെന്നാണ് ദൈവം പറയുന്നത്. 3-മത്തത് വിധവ. അപ്പോൾ വിധവമാരെ നമ്മൾ കരുതിയാൽ അതിലും ദൈവം ബ്ലെസ്സിങ്സ് നമുക്ക് തരും എന്നുള്ളതാണ്. ഇത് 3 നിങ്ങൾ മറന്നു പോകരുത്. അനാഥൻ, വിധവ, പരദേശി, ഇവർ 3 പേരോട് നമ്മൾ കാണിക്കുന്ന കരുതലിന് ദൈവം ഡെഫിനറ്റ് ആയിട്ട് ഒരു റിട്ടേൺ വച്ചിട്ടുണ്ട്. അതാണ് ദൈവം ഓർമ്മിപ്പിക്കുന്നത്. ഈ ബർസില്ലായി എന്ന് പറയുന്ന മനുഷ്യൻ വളരെ വൃദ്ധനായൊരു മനുഷ്യൻ. കൂടെ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരായിട്ടൊന്നുമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇല്ലായ്മയിൽ നിന്നാണ് അദ്ദേഹം ദാവീദിന് കൊടുക്കുന്നത്. അപ്പോഴാണ് ദാവീദ് പറയുന്നത്, നീ ബർസില്ലായിയുടെ മക്കൾക്ക് ദയ കാണിക്കണം. അപ്പം നിങ്ങൾ പറഞ്ഞേ, നമ്മളൊരു നല്ലൊരു കാര്യം ചെയ്താൽ അതിൻ്റെ ദയയും കരുണയും അനുഗ്രഹവും ആർക്ക് കിട്ടും? ബർസില്ലായിയോട് പറഞ്ഞു, ബർസില്ലായിയുടെ മക്കൾക്ക് കിട്ടുമെന്ന്. അപ്പം നമ്മൾ ചെയ്ത ആർക്ക് കിട്ടും? നമ്മുടെ മക്കൾക്ക് കിട്ടും. മനസ്സിലായോ? നമ്മൾ നല്ലൊരു കാര്യം ചെയ്താൽ അതിൻ്റെ അനുഗ്രഹം നമ്മുടെ തലമുറകൾക്ക് കിട്ടും. അതാണ് ഇവിടെ പറയുന്നത്, നീ ബർസില്ലായിയുടെ മക്കൾക്ക് ദയ കാണിക്കണം. നിങ്ങൾ ആരോടെങ്കിലും ദയ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്കും ആ ദയയും കരുണയും കിട്ടും. ബൈബിളിൽ പറയുന്നുണ്ട്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. തീർച്ചയായിട്ടും കിട്ടും. നമ്മുടെ തലമുറകൾക്ക് അത് അവകാശമാക്കും. എന്നിട്ട് പറയുന്നു, അവർ നിന്റെ മേശയെങ്കിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കട്ടെ. ഒരു പദവിയിലേക്ക് ഉയർത്തുകയാണ്. അതാണ് മേശയെങ്കിൽ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ബർസില്ലായി വഴിയിൽ വെച്ച് ഭക്ഷണം കൊടുത്തു, എന്നാൽ ഇന്ന് ബർസില്ലായിയുടെ മക്കളെ നിന്റെ മേശയ്ക്ക് ചുറ്റും ഇരുത്തി ഭക്ഷണം കൊടുത്ത് അവരെ ആദരിക്കണമെന്നും അവരെ മാനിക്കണമെന്നും ഓർമ്മിപ്പിക്കുകയാണ്.
അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമ്മുടെ മക്കളുടെ പദവിയിൽ വർധനമുണ്ടാകും. മനസ്സിലായോ? ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ട്. ഒരു പക്ഷേ നമ്മൾ മേസ്തിരി പണി ചെയ്യുന്ന ആൾക്കാർ ആയിരിക്കോട്ടെ, എന്നാൽ നമ്മൾ ചെയ്യുന്ന നന്മ പ്രവർത്തികൾക്കനുസരിച്ച് നമ്മുടെ മക്കളുടെ സോഷ്യൽ സ്റ്റാറ്റസ് വർദ്ധിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോഷ്യൽ സ്റ്റാറ്റസ്, അവൻ ഇരിക്കേണ്ട ഇടം, അവൻ്റെ പദവി, അതിൽ ദൈവം ഉന്നതമായ ഒരു സ്ഥലത്ത് അവരെ എത്തിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ മക്കളുടെ മേൽ നല്ലൊരു ദൈവാനുഗ്രഹമായി പദവിയായിട്ട് ലഭിക്കും. ദൈവം ഇവിടെ ദാവീദ് പറയുന്നു, ബർസില്ലായിയുടെ മക്കളെ നിന്റെ മേശയെങ്കിൽ നിന്നോട് കൂടെ ഇരുത്തണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവരോട് കൂടെ ഇരുന്ന് നീ ഭക്ഷിക്കണം. അതായത് രാജ്യത്തിലെ രാജാവിനോട് കൂടെ ഇരുന്ന് ഭക്ഷിക്കാനുള്ള ഒരു അവസരം ആരുടെ മക്കൾക്ക് കിട്ടി? ബർസില്ലായിയുടെ മക്കൾക്ക് കിട്ടി. വഴിയിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ ഒരുത്തിന് ഭക്ഷണം കൊടുത്തതാണ്. ഇപ്പോഴിതാ വിളിച്ച് രാജ്യത്തിൽ കൊട്ടാരത്തിൻ്റെ അകത്തുകൊണ്ട് ഇരുത്തുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തികൾക്കും ദൈവം റിട്ടേൺ വച്ചിട്ടുണ്ട്. ദൈവം പ്രതിഫലം നൽകുന്നൊരു ദൈവമാണ്. നമ്മൾ പാടുന്നുണ്ടല്ലോ, പ്രതിഫലം തന്നിടുവാൻ നമ്മുടെ കർത്താവ് വരും, അവിടെ നിന്ന് ഒന്നും മറക്കുന്നില്ല, എല്ലാം നമുക്ക് സമൃദ്ധിയായി നൽകാനായിട്ട് കഴിയുന്ന ഒരു ദൈവമാണ്. അങ്ങനെ ബർസില്ലായിയുടെ മക്കൾക്ക് പ്രതിഫലം നൽകണമെന്ന് അവിടെ കൃത്യമായിട്ട് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ അവരിയ്ക്കട്ടെ. അതായത് രാജാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോബൽ ക്ലാസ് ഉണ്ട്, അവരോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറയുകയാണ്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ നമ്മുടെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിനോട് ചുറ്റിപ്പറ്റി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉന്നത അധികാരത്തിലുള്ള കുറച്ച് പേര് കാണും. അവരോട് ചേർന്ന് അദ്ദേഹം സമയം സ്പെൻഡ് ചെയ്യും, അവരോട് കൂടെ ഒരു മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കും, എല്ലാം ചെയ്യും. നമ്മളെ കൂടെ വന്നിരിക്കുമോ? നമുക്കവിടെ പോയി ഇരിക്കേണ്ട ഒരു സ്പേസ് ഉണ്ടോ? ഇല്ല. അതായത് ബൈബിളിൽ വാക്യമുണ്ട്, ദേശത്തിലെ പ്രഭുക്കന്മാരോട് കൂടെ നിന്നെ ഇരുത്തും. അതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുക, ദേശത്തിലെ പ്രഭുക്കന്മാരോട് കൂടെ ഇരിക്കത്തക്ക രീതിയിൽ നിന്റെ സ്റ്റാറ്റസിനെ ദൈവം മാറ്റിത്തരും. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? അനാഥൻ, വിധവ, പരദേശി, ഇവരോടൊക്കെ നമ്മൾ ഈ ചെറിയ കരുണ കാണിച്ചാൽ മാത്രം മതി. അതാണ് ദൈവം പറയുന്നത്, അനർത്ഥ ദിവസത്തിൽ ദൈവം അവരെ വെടിവെക്കും, ദൈവം അവർക്ക് കാവലായിട്ട് വരും, പ്രതീക്ഷിക്കാത്ത അനുഗ്രഹം കിട്ടും. ബർസില്ലായി ഈ മനുഷ്യനെ സഹായിക്കുന്നത്, ദാവീദിനെ സഹായിക്കുന്നത് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, ഒന്നും കരുതിയിട്ടല്ല. ദാവീദ് നാളെ തിരിച്ചിതൊക്കെ കൊടുക്കുമെന്ന് കരുതിയിട്ടൊന്നുമല്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ബൈബിളിൽ പറയുന്നുണ്ട്, നിന്റെ വലം കൈ ചെയ്യുന്നത് ഇടം കൈ ചെയ്യുന്നത് പരസ്പരം എന്ത് ചെയ്യരുത്? അറിയരുത്. നിനക്കൊരാൾക്കൊരു നന്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ അത് ചെയ്തു കൊള്ളുക, പക്ഷെ അതിൻ്റെ പ്രതിഫലം വലുതാണ്, മറന്നു പോകരുത്. അങ്ങനെ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പൻ ചെയ്ത ഒരു അനുഗ്രഹം ആരിലേക്ക് വന്നു? മക്കളിലേക്ക് വന്നു. എന്താണ് മക്കളുടെ മേൽ വന്ന അനുഗ്രഹം എന്നറിയാമോ? മക്കളോട് പറഞ്ഞു, നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസിൽ ഒരു വർധനമുണ്ടാകും. ഇന്ന് ചെയ്യുന്ന ജോലിയല്ല, മക്കൾക്ക് രാജാവിൻ്റെ കൂടെ ഇരിക്കാനായിട്ടുള്ള ഒരു പദവി ദൈവം കൊടുത്തു. നമ്മുടെ പദവികളെ ദൈവം ഇതുപോലെ മാറ്റിത്തരും. പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവം പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഈ ചെറിയ ചെറിയ നന്മകൾ ചെയ്താൽ മതി. നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ നന്മകൾ ആരിലേക്ക് ഒരു നിക്ഷേപമായിട്ട് വന്നുകൊണ്ടേയിരിക്കും? നമ്മുടെ മക്കളിലേക്ക് അതിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. മക്കൾക്ക് അതൊരു അനുഗ്രഹമായി തീരും. അപ്പോൾ അത് നിങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് കഴിയുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾ പിന്നിലേക്ക് നോക്കണം. എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടതിന് പിന്നിൽ ഞാൻ ചെയ്ത ചെറിയൊരു നന്മയുണ്ട്, ചെറിയൊരു കാര്യമുണ്ട്. അപ്പോൾ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും ദൈവം അനുഗ്രഹമാക്കി തരും. എന്നിട്ട് നമ്മൾ വായിക്കുന്നു, നിന്റെ സഹോദരനായ അബ്ശലോമിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ ഓടിപ്പോകുമ്പോൾ അവർ അങ്ങനെ തന്നെ എന്നോടും പെരുമാറി. അന്ന് എനിക്ക് ആരുമില്ലായിരുന്നു, പക്ഷെ അന്ന് അവരെന്നെ ചേർത്തുകൊണ്ടു, അവരോട് കൂടെ ഇരുത്തി ഭക്ഷണം തന്നു, വെള്ളം തന്നു, എല്ലാം തന്നു. നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് ദൈവം നമുക്ക് മടക്കിത്തരും. പറയുന്നത്, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. മനസ്സിലായോ? നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് ദൈവം നമുക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് ആരെക്കുറിച്ചാണ്? സെരൂയയുടെ മക്കളിൽ ഒരാളായ യോവാബ്. യോവാബിന് എല്ലാ അധികാരവും ഉണ്ട്, പവറുണ്ട്. പക്ഷേ യോവാബ് ഉന്നത അധികാര സ്ഥാനത്ത് നിന്ന് എങ്ങോട്ടിറങ്ങുകയാണ്? താഴോട്ടിറങ്ങുകയാണ്. മനസ്സിലായോ? ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ നിന്ന് ദൈവം വലിച്ച് താഴോട്ടിടുകയാണ്. എന്നാൽ ഇവിടെ
ഒരു ബന്ധവും ഇല്ലാതിരുന്ന ബർസില്ലായിയുടെ മക്കളെ പതിയെ പതിയെ കയറ്റി ഉന്നത സ്ഥാനത്ത് കൊണ്ടിരുത്തുകയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ദൈവസന്നിധിയിൽ വിനയത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ തലമുറകളെ ദൈവം ഉയർത്തി ദേശത്ത് പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തി നമ്മളെ ദൈവം മാനിക്കും, ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ദൈവം അതിനുള്ള വഴികൾ നമ്മുടെ തലമുറകൾക്ക് തരും. നമ്മൾ അതിനു വേണ്ടി ആരെയും അന്വേഷിച്ച് പോകേണ്ടതില്ല. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണും. അതാ പറയുന്നത്, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. നിന്റെ നാട്ടിൽ, നിന്റെ വീട്ടിൽ എന്തുണ്ടാകും? സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. മക്കൾക്ക് വരുന്ന ഈ ഒരു അനുഗ്രഹം കണ്ടിട്ട് അപ്പനും അമ്മയ്ക്ക് എന്ത് തോന്നും? വലിയൊരു സന്തോഷം ഉണ്ടാകും, വലിയൊരു ഹൃദയത്തിൽ വലിയൊരു നിറവുണ്ടാകും, ഹൃദയത്തിൽ വലിയൊരു ആനന്ദം ഉണ്ടാകും. യോഹന്നാൻ സ്നാപകന്റെ ജനനം മാതാപിതാക്കൾക്ക് അങ്ങനെ ഒരു ആനന്ദമായിരുന്നു. അപ്പനായ സക്കരിയാവ്, അമ്മയായ എലിസബത്തും, അവർ രണ്ടുപേരും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായി നടന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെയ്യേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്തു, താഴ്മയോടെ നടന്നു. പക്ഷേ അവർ അനുഗ്രഹിക്കപ്പെടുന്നത് ഒരു മകനിലൂടെയാണ്. ആ മകനെ ലഭിക്കുമ്പോൾ ഈ മകനെക്കുറിച്ച് ഒരു വാക്ക് പറയും. എന്താണെന്നറിയാമോ? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും ഇല്ല. അപ്പോൾ ആ മക്കൾ എന്ത് ചെയ്തു? അനുഗ്രഹിക്കപ്പെട്ടു. അതിൻ്റെ വില ആർക്കാണ് കിട്ടുന്നത്? മാതാപിതാക്കൾക്കാണ്. മനസ്സിലായോ? ആ മക്കൾ, യോഹന്നാൻ എന്ന മകൻ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അതിൻ്റെ നന്മയുടെ ഓഹരി കിട്ടുന്നത് മാതാപിതാക്കൾക്കാണ്. യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ അപ്പനായ സക്കരിയാവിനെയും അമ്മയായ എലിസബത്തിനെയും മറച്ച് നമുക്കൊന്നും പറയാനില്ല. നിങ്ങൾ ഓർക്കണം, ഈ യോഹന്നാൻ ഈ വാർദ്ധക്യ കാലത്ത് അവർക്ക് ജനിക്കുമെന്ന് അവർ പോലും സ്വപ്നം കണ്ടതല്ല. ശരിയല്ലേ? യോഹന്നാൻ ആരാകുമെന്ന് പോലും അവർ സ്വപ്നം കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പക്ഷെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു പോയി. അതിൻ്റെ അനുഗ്രഹം തലമുറകളിലേക്ക് കൃത്യതയോടുകൂടെ ലഭ്യമാകുകയും ചെയ്തു. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോടാണ് എനിക്ക് പറയാനായിട്ടുള്ളത്, ദൈവം നിങ്ങളെ മക്കളെ അനുഗ്രഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, വിനയത്തോടുകൂടെ നിങ്ങളുടെ മുമ്പിൽ അനാഥൻ, വിധവ, പരദേശി, ഭാരപ്പെടുന്നവർ, സങ്കടപ്പെടുന്നവർ, കണ്ണുനീരുള്ളവർ, അങ്ങനെ ആരെയെങ്കിലും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ മുമ്പാകെ നിങ്ങളുടെ കരം മടക്കി വയ്ക്കരുത്. നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യണം. ദൈവം അതിനൊരു റിട്ടേൺ തരും. ആരിലൂടെ എന്നറിയാമോ? നമ്മുടെ മക്കളിലൂടെ. അത് ഡെഫിനറ്റ് ആയിട്ട് അനുഭവിച്ച ഒരാളാണ് ബർസില്ലായിയുടെ തലമുറ. വീണ്ടും നമ്മൾ എട്ടാമത്തെ വാക്യത്തിലേക്ക് വരും. അവിടെ ശിമയിയെ കുറിച്ച് പറയും. ശിമയി, ഈ ശിമയി ചെയ്ത കാര്യം എന്ന് പറയുന്നത്, ദാവീദ് തിരിച്ച് വരുന്ന വഴിയിൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ബർസില്ലായി ഭക്ഷണം കൊണ്ടുകൊടുത്തു. ബർസില്ലായി ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് നടന്ന ഒരു സംഭവമാണ് ശിമയി. ശിമയി ചെയ്ത കാര്യം, ശിമയി ദാവീദിനെതിരെ തെറ്റായ വാക്കുകൾ പറഞ്ഞു. ശിമയി ദാവീദിനെതിരെ ശാപവാക്കുകൾ പറഞ്ഞു. ശാപവാക്കുകൾ പറയുമ്പോൾ ദാവീദ് തിരിച്ചു പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ അവനോട് എതിരായിട്ട് ഒരു വാക്കും പറയില്ല. കാരണം ദൈവം അവനെ അനുവദിച്ചിട്ടായിരിക്കും അവനത് പറയുന്നത്. അതുകൊണ്ട് ഞാൻ തിരിച്ച് അവനോടൊന്നും പറയില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെക്കുറിച്ച് പലരും പലതും പറയും. നമ്മൾ എല്ലാത്തിനും എന്ത് ചെയ്യേണ്ട കാര്യമില്ല? തിരിച്ച് പ്രതികരിക്കേണ്ട കാര്യമില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങളുണ്ടാകും, പക്ഷെ നമ്മൾ ഉത്തരം കൊടുക്കേണ്ട കാര്യമില്ല. ചില സമയത്ത് നമ്മൾ ശാന്തമായി മുന്നോട്ട് പോകുക. അപ്പോൾ ദാവീദ് പറഞ്ഞു, ദൈവം അനുവദിച്ചിട്ടാണ് ശിമയി എന്നോട് ഇന്ന് അപമര്യാദയായിട്ട് പെരുമാറുന്നത് എങ്കിൽ ഞാൻ അവനെതിരെ ഒന്നും പറയില്ല. കൂടെ ഉണ്ടായിരുന്ന സൈന്യാധിപന്മാർ പറഞ്ഞു, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇവനെ ഇപ്പം വെട്ടിക്കളയാം. അപ്പോൾ അവർ ശാസിച്ചിട്ട് പറഞ്ഞു, വേണ്ട, ശിമയെ ഒന്നും ചെയ്യണ്ട. രണ്ടാമത് ദാവീദ് തിരിച്ച് മടങ്ങി വരികയാണ്. അബ്ശലോമിൻ്റെ മരണം ഉറപ്പാക്കി തിരിച്ച് രാജ അധികാരത്തിലേക്ക് ആര് മടങ്ങി വരുന്നു? ദാവീദ് മടങ്ങി വരുന്നു. അപ്പോൾ ശിമയിക്ക് പേടിയായി. അപ്പോൾ ശിമയി ഓടി വഴിയിൽ വെച്ച് ഇദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ഓടിയെത്തിയിട്ട് ദാവീദിനോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, തെറ്റ് പറ്റിപ്പോയി, എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ പറഞ്ഞതൊക്കെ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് പറഞ്ഞു, നീ ഇപ്പോൾ ഞാൻ നല്ലൊരു കാര്യത്തിന് പോകുന്നത് കൊണ്ട് എൻ്റെ മുമ്പിൽ വന്ന് നീ ഇത് പറഞ്ഞത് കൊണ്ട് ഞാൻ നിനക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല, നീ ശാന്തമായിട്ട് പൊയ്ക്കൊള്ളുക എന്ന് അവനോട് പറഞ്ഞു. എന്നാൽ ഈ ശിമയിയെക്കുറിച്ച് ഇപ്പോൾ മകനായ ശലോമോനോട് പറയുകയാണ്, നിനക്ക് ബുദ്ധിയുണ്ടല്ലോ, അവനോട് നീ പ്രതികാരം ചെയ്യണം എന്നതാണ്. കാര്യം മനസ്സിലായോ? അതായത് നമ്മൾ ഒരു തെറ്റ് ചെയ്യും. തെറ്റെന്നൊന്ന് തന്നെയാണ്
തെറ്റ് തന്നെയാണ്. ശിക്ഷകൾ കുറേ കാലത്തേക്ക് എന്ത് ചെയ്യും? നീട്ടിവയ്ക്കപ്പെടും എന്നതാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ നമ്മുടെ നല്ല നടപ്പ് കൊണ്ടോ ശിക്ഷയുടെ കാലാവധി എന്ത് ചെയ്യും? നീട്ടിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. എന്നാൽ ചെയ്ത തെറ്റിന് എന്തുണ്ട്? ശിക്ഷയുണ്ട്. ഇവിടെ ശിമയിയുടെ പ്രത്യേകത, ശിമയി ആരോട് മാത്രമേ ഈ തെറ്റ് ഏറ്റു പറഞ്ഞിട്ടുള്ളൂ? ദാവീദിനോട് മാത്രമേ. നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം പറയുകയാണ്, നീ മനുഷ്യരോടും ദൈവത്തോടും എന്ത് ചെയ്യണം? തെറ്റ് ഏറ്റു പറയണം. നമുക്ക് പലപ്പോഴും പറ്റുന്നത്, ഒന്നുകിൽ നമ്മൾ ദൈവത്തോട് ഏറ്റു പറയും, മനുഷ്യനോട് നമ്മൾ എന്ത് ചെയ്യില്ല? പറയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ലംഘനം. ഇപ്പോൾ ഒരാളോടാണ് നമുക്കൊരു തെറ്റുണ്ടായതെങ്കിൽ ആ വ്യക്തിയോട് നമ്മളത് പറയണം. ആരോടും പറയുക? ദൈവത്തോടും പറയുക. ഇവിടെ സംഭവിച്ചത്, ശിമയി ആരോട് മാത്രമേ ഏറ്റു പറഞ്ഞുള്ളൂ? ദാവീദിനോട് മാത്രമേ. നമ്മുടെ തെറ്റ് ദൈവത്തോടു കൂടെ ഏറ്റു പറഞ്ഞാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആയിട്ട് ആ തെറ്റിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്ന് നമ്മൾ മാറിപ്പോവുകയുള്ളൂ. അത് ഓർക്കണം. ആരോടാണോ തെറ്റ് ചെയ്തത് ആ വ്യക്തിയോടും ഏറ്റു പറയണം, ദൈവത്തോടും ഏറ്റു പറയണം. പുതിയ നിയമത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ മനുഷ്യരോടും ദൈവത്തോടും നിങ്ങളുടെ പിഴവുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ശിമയി ദൈവത്തോട് ഏറ്റു പറഞ്ഞിരുന്നില്ല. അതിൻ്റെ ഫലമെന്ന് പറയുന്നത്, ദാവീദ് മകനായ ശലോമോനോട് പറഞ്ഞു, അവനെയും നീ വെറുതെ വിടരുത്. എന്താണ് ശലോമോൻ ചെയ്തതെന്നറിയാമോ? നമ്മൾ ഈ 3-ാമത്തെ അധ്യായം വായിച്ചു വരുമ്പോൾ, ശിമയിയെ രാജാവായ ശലോമോൻ നാട്ടിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്കൊരു കാര്യം ചെയ്യാം, നിനക്ക് യെരുശലേമിൽ പാർക്കാം. 36-ാമത്തെ വാക്യം. നീ ഇപ്പോൾ പ്രയാസപ്പെടേണ്ട, യെരുശലേമിൽ ഒരു വീട് വെച്ച് നിനക്ക് താമസിക്കാമെന്ന് പറഞ്ഞ് അവനൊരു സ്ഥലം കൊടുത്തു. ആരാണ് സ്ഥലം കൊടുത്തത്? ശലോമോൻ രാജാവ് ശിമയിയെ ജെറുസലേമിലേക്ക് വിളിച്ച് ഒരു സ്ഥലം കൊടുത്ത് വീട് വെച്ച് താമസിച്ചു കൊള്ളാനായിട്ട് പറഞ്ഞു. എന്നിട്ട് അവനോട് പറഞ്ഞു, പക്ഷെ ഒരേ ഒരു ഡിമാൻഡ്, ഈ സ്ഥലം വിട്ട് കെദ്രോൻ തോടുന്നതാണ് ഇവരുടെ അതിര്. ഈ അതിര് നീ എന്ന് വിടുമോ അന്ന് നീ മരിക്കും. അതാണ് ഓഫർ എന്ന് പറയുന്നത്. എല്ലാ അനുഗ്രഹവും കൊടുത്തു, പക്ഷെ എന്നാണോ നീ ഇവിടെ വിട്ട് ചാടുന്നത് അന്ന് നീ മരിക്കും. ശലോമോൻ രാജാവ് കൊടുത്തൊരു ഓഫറാണ്. അവിടെ ഒരു വീട് പണിത് താമസിക്കാനായിട്ട് ശിമയി വന്നു. ശിമയി കുടുംബാംഗങ്ങളോടൊക്കെ വന്ന് നല്ല രീതിയിൽ ആർഭാടത്തോടുകൂടെ ജെറുസലേമിൽ വന്ന് താമസിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ശിമയിയുടെ 2 അടിമകൾ, ഇവർ 2 പേരും കൂടെ ഒരു ദിവസം ശിമയിയുടെ അടുത്ത് നിന്ന് ഓടിപ്പോയി. ശിമയി ആവേശത്തിൽ ഈ അടിമകളെ പിടിക്കാനായിട്ട് പുറകിൽ നിന്ന് പോയി. പറഞ്ഞ അതിര് ലംഘിച്ചു. തിരിച്ചു വന്നപ്പോൾ ശലോമോൻ കഴുത്തിന് പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ചാൻസും തന്നതല്ലേ, കൊന്നുകളഞ്ഞു. അപ്പോൾ ഓരോ ശിക്ഷയ്ക്കും അതിന് കൃത്യമായിട്ടുള്ള ഒരു ഇമ്മീഡിയറ്റ് റീസൺ ഉണ്ടാകും. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഓരോന്നിനും ശിക്ഷ വിധിക്കുമ്പോൾ ശിക്ഷ നടപ്പിലാക്കാനായിട്ട് കൃത്യമായൊരു റീസൺ ഉണ്ടായിട്ടേ നമ്മുടെ ജീവിതത്തിൽ ആ ശിക്ഷകൾ നടപ്പിൽ വരികയുള്ളൂ. ശിമയ്ക്ക് കൊടുത്തൊരു ചാൻസ് ഉണ്ടായിരുന്നു. ഈ വീടിനുള്ളിൽ, ഈ ദേശത്തിനുള്ളിൽ നീ അടങ്ങി ഒതുങ്ങി പാർത്തു കഴിഞ്ഞാൽ നീ ഇവിടെ സുരക്ഷിതനാണ്. ദൈവം നമ്മളെ ഇതുപോലെയാണ് ചില സ്ഥലങ്ങളിൽ കൊണ്ടൊരു കോട്ട കെട്ടി അതിനകത്ത് നിർത്തിയിരിക്കും. എന്നിട്ട് പറയും, ഇത് വിട്ട് വെളിയിൽ ചാടുന്ന സമയത്ത് നിനക്ക് എന്താവും? പ്രശ്നം വരുമെന്ന് പറയും. നമ്മൾ പണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ ഹനുമാൻ, സീത, ആ ഒരു കഥ നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരു വര വരയ്ക്കും. ഈ വരയ്ക്കപ്പുറത്ത് ഇറങ്ങരുതെന്ന് ആരോട് പറയും? സീതയോട് പറയും. ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് രാമൻ അറിയാം, ഹനുമാനും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ആർക്കറിഞ്ഞൂടായിരുന്നു? കാര്യത്തിൻ്റെ സീരിയസ്നെസ് സീതയ്ക്ക് പിടികിട്ടിയില്ല. നമുക്കതുപോലെയാണ്. നമുക്ക് വച്ചിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ട്. അതെന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്മുടെ ഫാമിലിയാണ്. മനസ്സിലാക്കിക്കൊള്ളണം. ആ നമ്മുടെ ഫാമിലിക്കോട് ചേർന്ന് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? നിൽക്കണം. അത് ദൈവം നമുക്ക് വച്ചിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് ബന്ധുമിത്രാദികൾ, നമ്മുടെ ഒരു സഭ, നമ്മുടെ ഒരു ദേശം. അപ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് ദൈവം വച്ചിട്ടുള്ള ചില ഇടങ്ങളുണ്ട്. അത് വിട്ട് നമ്മൾ ആവേശത്തിൽ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഏതിൻ്റെയെങ്കിലും പിന്നാലെ ഇറങ്ങി ചാടിക്കഴിഞ്ഞ പ്രശ്നമാണ്. ഇവിടെ 2 അടിമകളാണ് നഷ്ടപ്പെട്ടു പോയത്. 2 അടിമ പോയി കഴിഞ്ഞാൽ 4 അടിമയെ നമുക്ക് വാങ്ങാം. അതിനുള്ള ശേഷിയുണ്ടല്ലോ. മനുഷ്യൻ ഇതുപോലെയാണ്. ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ എന്ത് ചെയ്യും? ഇറങ്ങിത്തിരിക്കും. ചില നഷ്ടങ്ങൾ നമുക്ക് ലാഭമാവാൻ വേണ്ടിയാണ്. ചില നഷ്ടങ്ങൾ ചിലർ പറയും, ഇത് നഷ്ടപ്പെട്ടത് നന്നായി എന്ന് പറയും. കാരണം ആ നഷ്ടം കൊണ്ട് ചില ലാഭം മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ. ചിലത് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകരുത്. പ്രധാനപ്പെട്ടൊരു കാര്യമാണ്.
ഫാമിലി ലൈഫിലായിരുന്നാലും വളരെ വളരെ ശ്രദ്ധിക്കുന്ന ഫാമിലി ലൈഫിലായിരുന്നാലും വ്യക്തിപരമായ ജീവിതത്തിലായിരുന്നാലും സാമ്പത്തിക മേഖലയിലായിരുന്നാലും ചിലത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ദൈവം അറിഞ്ഞ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതിനെ വീണ്ടും പിടിച്ചുകൊണ്ട് വരാനായിട്ട് ശ്രമിക്കരുത്. ദൈവം അറിഞ്ഞിട്ട് ചിലതിനെ അങ്ങ് നഷ്ടപ്പെടുത്തി വിടും. അതിനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഫാമിലി ലൈഫ്, സാമ്പത്തിക മേഖല, തൊഴിൽ മേഖല, ജോലി മേഖല, ഇതിലെല്ലാം ചിലത് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മൾ ആശങ്കപ്പെട്ട് അതിനെ വീണ്ടും ഒട്ടിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കരുത്. തിരിച്ച് വീണ്ടും പിടിച്ചുകൊണ്ട് വരാനായിട്ട് ശ്രമിക്കരുത്. തിരിച്ച് ചിലതിനെ പിടിച്ചു കൊണ്ടുവന്ന് ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമ്മൾ പറയും ഏച്ച് കെട്ടിയാൽ എങ്ങനെ ഇരിക്കും? മുഴച്ചിരിക്കും. ചിലതിനെ ദൈവം നമ്മളിൽ നിന്ന് എടുത്ത് കളയുന്നതാണ്, പോട്ടെ, അത് നമുക്ക് അനുഗ്രഹമായിരിക്കും. ചിലതിനെ നഷ്ടപ്പെട്ടുമ്പോൾ വീണ്ടും പിടിച്ചുകൊണ്ട് വയ്ക്കുമ്പോഴാണ് ജീവിതം വീണ്ടും നമുക്ക് ദുരന്തമായിട്ട് മാറുന്നത്. ഇവൻ്റെ ജീവിതം ദുരന്തമാകാൻ കാരണം എന്താണ്? 2 പേര് പോകട്ടെ, ഇവിടെ വീടുണ്ട്, സ്ഥലമുണ്ട്, എല്ലാം ഉണ്ട്. ഈ 2 അടിമ പോയെന്നും പറഞ്ഞിട്ട് ഷിമയുടെ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നിങ്ങളോട് ഒരു സ്ഥലത്ത് കൊണ്ട് നട്ടിട്ടുണ്ട്, ഒരു വീട് തന്നിട്ടുണ്ട്, ഒരു കുടുംബം തന്നിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ, നഷ്ടപ്പെടുമ്പോൾ ദൈവഹിതമല്ലാത്തതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കരുത്. ദൈവഹിതമാണെന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള വഴി ദൈവം കാണിച്ചു തരും. പുതിയ നിയമത്തിൽ യേശു പറയുന്നുണ്ട്, നഷ്ടപ്പെട്ട ഒന്നിനെ തേടി ഇടയൻ പോകും. കാരണം ആ ആട് തിരിച്ചു വരേണ്ട ആടായിരുന്നു. അതുകൊണ്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്? തിരിച്ചു കൊണ്ടുവരുന്നത്. തിരിച്ചു വരേണ്ടതാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് പോകാനുള്ള വഴിയും എത്തിക്കാനുള്ള വഴിയും എല്ലാം പറഞ്ഞു തരും. പക്ഷെ ദൈവഹിതമല്ലാതെ ഈ 2 അടിമകളെ തേടി ദൈവം വച്ചിട്ടുള്ള സംരക്ഷണത്തിൻ്റെ കോട്ട കവിഞ്ഞ് കടന്ന് അപ്പുറത്തേക്ക് ശിമയി ഇറങ്ങിത്തിരിക്കുമ്പോൾ ശിമയിയുടെ ന്യായവിധി അവിടെ നടപ്പിലാകുകയാണ്. അപ്പം നമ്മൾ ആരെയൊക്കെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞത്? ഒന്നാമത് യോവാബ്, രണ്ടാമത് പറഞ്ഞ ആൾ ആരായിരുന്നു? ബർസില്ലായി, മൂന്നാമത് പറഞ്ഞ ആള് ശിമയി. ഞാൻ ഇനി ഒരാളെ കുറിച്ച് കൂടെ പറഞ്ഞു തരാം. മറ്റേ ആളിനെ കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം. അബ്യാഥാർ എന്നൊരു പുരോഹിതൻ, അബ്യാഥാർ പുരോഹിതൻ. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞ ആൾ ആരാണ്? സൈന്യാധിപനാണ്, ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ആള്. രണ്ടാമത് പറഞ്ഞ ആൾ ഒരു സാധാരണ പടുവൃദ്ധനാണ്. മൂന്നാമത് പറഞ്ഞ ആൾ ഒരു യുവാവാണ്, ശിമയി. നാലാമത് ഞാൻ പറയുന്ന ആള് ഒരു വൈദികനാണ്, അബ്യാഥാർ എന്ന് പറയുന്ന പുരോഹിതൻ. ഈ പുരോഹിതൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത്, ഈ പുരോഹിതൻ ദൈവഹിതപ്രകാരമുള്ള ആലോചനയ്ക്ക് നിൽക്കാതെ ദൈവഹിതപ്രകാരമുള്ള ആലോചനയിൽ നിന്ന് അകന്ന് അവിടെ ഒരു ചേരിയുടെ ഭാഗത്ത് നിൽക്കാനായിട്ട് ശ്രമിച്ചു. അതാണ് ആ പുരോഹിതൻ ചെയ്ത തെറ്റ്. മറന്നുപോകരുത്. അവിടെ ഒരു ഭാഗത്ത് അദോനിയാവിൻ്റെ ഒരു ടീമുണ്ട്, മറുവശത്ത് ആരുടെ ടീമുണ്ട്? ശലോമോന്റെ ടീമുണ്ട്. ഇതിൽ ദൈവഹിതം ഉള്ളിടത്ത് പുരോഹിതൻ നിൽക്കാതെ പുരോഹിതൻ അദോനിയാവിൻ്റെ പക്ഷം ചേർന്നു. അതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്, പണ്ട് കാലത്ത് ഏലി പുരോഹിതനോട് ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ തലമുറയിൽ നിന്ന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവരെ ഞാൻ എന്നേക്കുമായിട്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും എന്നതാണ് ദൈവം പറയുന്നത്. അങ്ങനെ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിന് ഒരു സ്റ്റോപ്പ് ആ തലമുറയിൽ ഉണ്ടായി. അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്, പുരോഹിത ശുശ്രൂഷയിൽ നിന്ന അബ്യാഥാർ പുരോഹിതൻ അദ്ദേഹത്തോട് ശലോമോൻ പറഞ്ഞു, നിന്റെ പെട്ടിയും കിടക്കയും എടുത്ത് നിന്റെ നാട്ടിലോട്ട് പൊയ്ക്കോ, നിന്റെ ആവശ്യം ഇനി ഇവിടെയില്ല. അതാണ് പറഞ്ഞത്. നമ്മൾ വായിക്കുന്നത് 1 രാജാക്കന്മാർ 2-ാം അധ്യായം 26-ാമത്തെ വാക്യം. അബ്യാഥാർ പുരോഹിതനോട് രാജാവ് പറഞ്ഞു, നീ അനാഥോത്തിലെ നിന്റെ ജന്മഭൂമിയിലേക്ക് നീ മടങ്ങിപ്പൊയ്ക്കൊള്ളുക. നീ മരണയോഗ്യനാണ്. എങ്കിലും എൻ്റെ അപ്പനായ ദാവീദിൻ്റെ മുൻപാകെ നീ ദൈവത്തിൻ്റെ പെട്ടകം ചുമന്നത് കൊണ്ട് ഞാൻ നിന്നെ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞ് ഈ പുരോഹിതനായ അബ്യാഥാറിനെ തിരിച്ചയച്ചു. അതിലൊരു കാര്യമുണ്ട്, തെറ്റ് ചെയ്യുന്നതിൽ സൈന്യാധിപനായിരുന്നാലും ചെറുപ്പക്കാരനായിരുന്നാലും പുരോഹിതനായിരുന്നാലും ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു നീതിയേ ഉള്ളൂ എന്ന് നമ്മൾ എപ്പോഴും ഓർത്തുകൊള്ളണം. അത് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ പുരോഹിതനോട് കുറിച്ച് പറയുന്നത്, നീ ദൈവത്തിൻ്റെ പെട്ടകം, അതായത് നീ കുറച്ച് ദിവസം ഇത് ചുമന്നുകൊണ്ട് നടന്നല്ലോ, ദൈവവചനം ചുമന്നുകൊണ്ട് നടന്നില്ല, അതുകൊണ്ട് നിന്നെ ജീവനെ എടുക്കുന്നില്ല. പക്ഷേ നീ ഇനി പുരോഹിത ശുശ്രൂഷ ചെയ്യണ്ട, നീ ജോലി നിർത്തി നിന്റെ നാടായ അനാഥോത്തിലേക്ക് മടങ്ങിപ്പോകുക. അതായത് കുപ്പായ ഊരി വാങ്ങിയെന്ന് പറയൂലേ, അതാണ് ചെയ്തത്. അവൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ദൈവം കൊടുത്ത ആ ഒരു കൃപയെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. ഇനി നീ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞു. കാരണം പുരോഹിതനായാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ്.
അതുപോലെ സാധാരണ ജനങ്ങളാകുന്ന നമുക്കും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് തെറ്റ് ദൈവം ഒരിക്കലും ക്ഷമിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് 4 പേരെക്കുറിച്ച് മനസ്സിലാക്കി. ഒന്നാമത്തെ ആള് യോവാബ്. യോവാബ് അധികാര സ്ഥാനം ഏറ്റവും ടോപ്പിൽ നിന്നു ദൈവം അവന് 0യിലേക്ക് കൊണ്ടുവരികയാണ്. അധികാരം ഉണ്ടെന്ന് കരുതി എന്തും ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാൻ പാടില്ല. 2, സാധാരണക്കാരനായ ബർസില്ലായി എന്ന് പറയുന്ന പടുവൃദ്ധൻ. അദ്ദേഹം ചെയ്ത ഒരു അനുഗ്രഹം അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അനുഗ്രഹമായിട്ട് തീർന്നു. മക്കളെ രാജാവിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കത്തക്ക രീതിയിൽ ദൈവം ഉയർത്തി. ദൈവം പറയുന്നു, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളെ ദേശത്ത് പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തി ദൈവം മാനിക്കും. 3-ാമത്തെ ആള് ശിമയി. ശിമയി മനുഷ്യനോട് തെറ്റേറ്റു പറഞ്ഞു, പക്ഷെ ദൈവത്തോട് തെറ്റേറ്റു പറഞ്ഞിരുന്നില്ല. അതിൻ്റെ കാരണം കൊണ്ട് ദൈവം അവന് അനുകൂലമായ ഒരു സ്ഥലവും വീടും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് വിട്ടു പോകരുത്, ഇവിടെ താമസിച്ച നിനക്ക് അനുഗ്രഹമാണ്. ചില കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ പിന്നാലെ ഇറങ്ങി പോകുന്നത് കൊണ്ടാണ് നമുക്ക് പൂർണ്ണമായിട്ടുള്ള നഷ്ടങ്ങളിലേക്ക് എത്തപ്പെടുന്നത്. ചിലത് നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട് എങ്കിൽ അത് നഷ്ടമായിക്കൊള്ളട്ടെ, ദൈവത്തിന് നമ്മെ വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും. ചിലത് നമ്മളെ വിട്ടുപോയതിൻ്റെ പിന്നാലെ നമ്മൾ പോകേണ്ട കാര്യമില്ല. അതിന് തിരിച്ചു കൊണ്ട് വരേണ്ടതാണെങ്കിൽ മാത്രം പോകുക, എല്ലാത്തിൻ്റെയും പിന്നാലെ പോകരുത്. ദൈവം നമ്മളോട് കൂടെയുണ്ട്. 4-മതായിട്ട് ഞാൻ ഓർമ്മിപ്പിച്ചത് പുരോഹിതനായ ഈ മനുഷ്യൻ. അദ്ദേഹം പൗരോഹിത്യ ശുശ്രൂഷ മാന്യമായി ചെയ്യാത്തത് കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഇനി പുരോഹിത ശുശ്രൂഷ ചെയ്യണ്ട, നീ ജെറുസലേമിലാണല്ലോ ദൈവാലയം ഉള്ളത്, ഇവിടെ നീ നിൽക്കണ്ട, നീ നേരെ മടങ്ങിപ്പൊയ്ക്കൊള്ളുക അനാഥൂതെന്ന നിന്റെ നഗരത്തിലേക്ക്, ഇവിടെ നിന്റെ ആവശ്യമില്ല. കുറച്ച് ദിവസം നീ വചനം ചുമന്നല്ലോ, നിയമപെട്ടകം ചുമന്നല്ലോ, അതിൻ്റെ ഒരു ഗ്രാൻഡായിട്ട് തൽക്കാലം നിന്റെ ജീവനെ ഞാൻ എടുക്കുന്നില്ല. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇത് നമ്മളെ